നദികളായിരുന്നു എല്ലാ കാലത്തും മനുഷ്യന്റെ ജീവനും ജീവിതവും വളർത്തിയെടുക്കുന്നതിന് തുടക്കമിട്ടത്. അങ്ങനെ ഒരു കഥ ഹിമാചലിലെ പാർവതി നദിക്ക് പറയാനുണ്ട്. പ്രവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മീഡിയ വൺ നടത്തുന്ന ഹിമാലയൻ യാത്ര ആൽപൈൻ ഓറ ഇന്ന് പാർവതി വാലിയിലാണുള്ളത്. പാർവതി വാലിയിലെയും കസോളിലെയും കാഴ്ചകൾ കാണാം. ോടെ സീറോ പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫസ്റ്റ് റൗണ്ടുമായി നിഷാദ് റാവുത്തർ വരും. നമസ്കാരം. ഹേ പാർവതി, നീ എത്ര മനോഹരിയാകുന്നു. പച്ചപ്പട്ടുടുത്ത് കല്ലുമാലകളും ചാർത്തി നീ അങ്ങനെ ഒഴുകുകയാണ്. അഴിഞ്ഞുവിട മുടിക്കെട്ട് പോലെയുള്ള നിന്റെ ഈ കൈവഴികൾ എന്തു സുന്ദരം. താളം തല്ലി തെന്നിത്തെറിക്കുന്ന നിനക്ക് ചിലപ്പോഴൊക്കെ രൗദ്രഭാവമാണ്. അപ്പോഴും ഞാൻ പറയട്ടെ, പാർവതി നീ അത്രമേൽ തന്നെ മനോഹരിയായിരിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ പാർവതി നദിയും ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയും കണ്ടിരിക്കേണ്ട കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. മനം മയക്കുന്ന ദൃശ്യഭംഗിയുടെയും സൂര്യാസ്തമയങ്ങളുടെയും നാട്. പർവതി ചുരത്തിന് താഴെയുള്ള മാൻതല ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാർവതി ബിയാസ് നദിയുടെ പോഷക നദിയാണ്. ഹിമാലയത്തിലെ മലമടക്കുകളിലൂടെ ചുറ്റി സഞ്ചരിച്ച് അതിസുന്ദരമായ ഒരു താഴ്വര തന്നെ പാർവതി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ ഹിമാലയൻ സഞ്ചാരികൾ പാർവതി വാലി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നു. It's amazing to see so much nature here in India. I've been coming from very busy cities, so this is definitely relaxing. And look at this water, the river, the mountains, the snow. It's like really, really amazing. പാർവതിയുടെ തീരത്തുകൂടിയുള്ള നമ്മുടെ യാത്ര അവസാനിക്കുന്നത് കസോളിലാണ്. യുവാക്കളുടെയും ഹിപ്പികളുടെയും പ്രധാനപ്പെട്ട ഇടമായതിനാൽ ഇന്ത്യൻ ആംസ്റ്റർഡാം എന്നൊരു പേര് കൂടി പാർവതി വാലിക്കുണ്ട്. ജീവിത രീതികൾ കൊണ്ട് വ്യത്യസ്തമായ ഗ്രാമങ്ങളാണ് പാർവതി താഴ്വരയുടെ മറ്റൊരു പ്രത്യേകത. ഈ ആനന്ദത്തിനപ്പുറം കഴിഞ്ഞുപോയ ഒരു പ്രളയകാലത്തിന്റെ നടുക്കുന്ന ശേഷിപ്പുകളും പേരെയാണ് ഇവിടുത്തെ മനുഷ്യർ ജീവിക്കുന്നത്. കുത്തിയൊലിച്ചുപോയ പോക്കിൽ ഇരുവശത്തുണ്ടായിരുന്നതൊക്കെയും പാർവതി എന്ന് തകർത്തെറിഞ്ഞു. 2-3 बादल इकट्ठा फट गया, उससे आता है फ्लड. ये घर तो कुछ नहीं, यहाँ बहुत सारे घर था पहले, वो घर सब फ्लड में चला गया. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. അങ്ങനെയുള്ള അതിമനോഹര കാഴ്ചകൾ എങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്നേക്കാൾ കൂടുതൽ പാർവതി നദിയെ പ്രണയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ വൺ, കസോൾ.